അമ്മു കാനഡയ്ക്ക് തിരിച്ചു പോയിട്ട് ഇപ്പം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഈ റീലിടുന്നത്. കാരണം സമയം കിട്ടിയില്ല, തിരക്കായിരുന്നല്ലോ. അപ്പോൾ പറയുകയാണെങ്കിൽ നാത്തൂനും കൂടി ഒരു ഡേ ഔട്ടിന് പോകാൻ ഇറങ്ങിയതായിരുന്നു സ്കൂട്ടറിൽ. അങ്ങനെ ആദ്യം ലൂക്കായെ പ്ലേ സ്കൂളിൽ കൊണ്ടുവിട്ടു. അവന് ക്ലാസ്സുള്ള സമയമായിരുന്നു അപ്പം. അങ്ങനെ ലൂക്കായെയും വിട്ടിട്ട് ഞങ്ങൾ സ്കൂട്ടറിന് തൊടുപുഴയ്ക്ക് പോയി. സ്കൂട്ടറിന് പോകാൻ പല കാരണങ്ങളുണ്ട്. സ്കൂട്ടർ സർവീസ് ചെയ്യാൻ കൊടുക്കേണ്ട സമയമായിരുന്നു. സോ സ്കൂട്ടർ തൊടുപുഴയിൽ എത്തിക്കണമായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങളെ കൂട്ടാൻ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു റൈഡും പാസ്സാക്കി തൊടുപുഴയിലെത്തി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഭീമയിലോട്ട് പോയി. അമ്മു ബാലുവിന് സർപ്രൈസ് ആയിട്ടൊരു സാധനം മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അത് മേടിച്ചു. അതിനുശേഷം അമ്മുവിന് പല്ലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇനി സ്മിതയിലും കൂടി കയറി ജസ്റ്റ് ഒന്ന് പല്ല് കാണിച്ചിട്ട് ഇറങ്ങാം. പിന്നെ നമ്മൾക്ക് കാര്യമായല്ലോ, നമുക്ക് ഷോപ്പിങ് കാര്യങ്ങൾ അടിച്ച് പൊളി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നു അമ്മുവിൻ്റെ പല്ലിന് ചെറിയൊരു പ്രൊസീജിയർ ചെയ്യാനുണ്ട്, അത് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്നു. സോ നമ്മൾ ബാക്കിയുള്ള പ്രോഗ്രാംസൊക്കെ ക്യാൻസൽ ചെയ്ത് അത് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം പോയി നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാം, കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തിന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സ്മിതയിലെ ക്യാൻറ്റീനിൽ തന്നെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, അമ്മുവിൻ്റെ പല്ലിൻ്റെ ഇഷ്യൂസ് കാരണം കുറച്ച് പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിന് ശേഷമാണെങ്കിലും നമുക്കിങ്ങനെ ഷോപ്പിങ്ങിനോ അങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല, കാരണം പല്ലിന് നല്ല വേദനയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പദ്ധതികളൊക്കെ 4ആയിട്ട് ചുരുട്ടി പോക്കറ്റിലിട്ടിട്ട് തിരിച്ചിങ്ങ് വീട്ടിലോട്ട് പോന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.